اللهم إنك لا تخلف بالله بالإسلام الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يرسل الرياح فتصير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള എൻ്റെ പരിസരത്തിലെ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടോ, അതിനായി പ്രാർത്ഥിക്കണുണ്ടോ. സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, മഴയുടെ ഒരു അന്തരീക്ഷത്തിലാണ്
നാം ഉള്ളത്. ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഴ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളിൽ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് മഴ. ആ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം എത്രമാത്രം അമൂല്യമാണ്, എത്രമാത്രം അനർഘമാണ്. സകല ജീവജാലങ്ങൾക്കും അതേപോലെ തന്നെ സസ്യലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും മനുഷ്യരുടെയും അല്ലാത്ത കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വളരെ സ്വച്ഛമായ സ്വാദിഷ്ടമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴയിലൂടെ പ്രദാനം ചെയ്യുന്നു. ഈ മഴയെ വരുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ സത്യവിശ്വാസികൾക്ക് വളരെ വ്യക്തമായ കൃത്യമായ പാഠങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹ്ദാനിയത്ത്, അവൻ്റെ ഏകത്വം, അവൻ്റെ എക്സിസ്റ്റൻസ്, അവൻ ഉണ്ട് എന്നത് പരമസത്യമാണ് എന്ന് അല്ലാഹു തആല ഈ മഴയെ മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നത്, അല്ലാഹു നമുക്ക് സമർത്ഥിച്ചു തരുന്നത്. ഈ മഴയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പഠിപ്പാട്ടുന്നത് ഈ മഴയിലൂടെയാണ്. അതേപോലെ തന്നെ മനുഷ്യൻ മരിച്ചതിന് ശേഷമുള്ള മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയിലൂടെ നമുക്ക് പഠിപ്പാട്ടിത്തരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരു ചോദ്യം ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹ്ദാനിയത്ത്, അവൻ്റെ കലിമത്തു തൗഹീദ്, മരണാനന്തരമുള്ള ജീവിതത്തെ എല്ലാം ഈ മഴയെ മുന്നിൽ വെച്ചിട്ടാണ് നമുക്ക് പഠിപ്പാട്ടി തരുന്നത്. നോക്ക്, പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് അവിടെവിടെയായി ഈ യാഥാർത്ഥ്യത്തെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അല്ലാഹു തആല മനുഷ്യ, നീ ജീവിക്കുന്ന നിന്റെ ഭൂമിയിലേക്ക്, നിന്റെ നിലത്തേക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ കാണുന്നില്ലേ അതെങ്ങനെയാണ് മാസങ്ങളോളം ഉണങ്ങി വരേണ്ടതായ ആ നിലമുണ്ടല്ലോ, ആ ഭൂമിയുണ്ടല്ലോ. ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത്. അങ്ങനെ അതിലേക്ക് നാം ഉപരിഭാഗത്ത് നിന്ന് ആ മഴ അങ്ങ് നാം വർഷിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്ക്. അല്ലാഹു തആല പറയുന്നു, ഒറ്റയടിക്ക് അവിടെ പച്ചപ്പുണ്ടാകുന്നു, മുളക്കുന്നു. വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. എന്നിട്ട് ആ മുളച്ചതിന് പ്രത്യേകമായ ഒരു പുളകമുണ്ടാകുന്നു, അതൊന്ന് ഉബ്ബുന്നു. എന്നിട്ടോ വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ വിധത്തിലുമുള്ള വളരെ സുന്ദരമായ നയന മനോഹരമായ ചെടികളെയും സസ്യങ്ങളെയും എല്ലാം തന്നെ മുളപ്പിക്കുന്നത്, മുളച്ചു പോകുന്നത് നീ കാണുന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു.
എന്നിട്ട് അല്ലാഹു തആല പറയുന്ന യാഥാർത്ഥ്യം നോക്ക്, ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ. ആ മഴയിലൂടെ നീ മനസ്സിലാക്കണം, ആ മഴയിലൂടെ ഇങ്ങനെ ഈ നിലക്കെല്ലാം തന്നെ വളർന്ന് വലുതാകുന്ന സസ്യങ്ങളിലൂടെ, ചെടികളിലൂടെ നീ മനസ്സിലാക്കണം എന്തെന്ന്. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ. അല്ലാഹു എന്ന് പറയുന്നത് അത് പരമസത്യമാണ് എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം. അല്ലാഹു എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. അതേപോലെ വഅന്നഹു യുഹ്യിൽ മൗതാ, അല്ലാഹു തആല മരിച്ചുപോയ മൺമറഞ്ഞുപോയ മൃതരായ ആളുകൾക്ക് അല്ലാഹു തആല ജീവൻ നൽകുന്നു. ഏതുപോലെ ഇവിടെ സസ്യജാലങ്ങൾക്ക്, ചെടികൾക്ക് ജീവൻ നൽകിയതുപോലെ വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിനും സാമർത്ഥ്യമുള്ളവനാണ്. കണ്ടില്ലേ? وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأن الساعة آتية. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ആ ഒരു ഘളികയുണ്ടല്ലോ, അത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുള്ള ആധാരമാണ് ഈ മഴ എന്ന് പറയുന്നത്. وأن الله يبعث من في القبور. അതേപോലെ തന്നെ സമാധികളിലുള്ള, ഘോരികളിലുള്ള ആളുകളെ രണ്ടാമത് അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ അവൻ്റെ വഹ്ദാനിയത്തും അവൻ്റെ തൗഹീദും ആഖിറത്തും എല്ലാം തന്നെ നമുക്ക് വെളിവാക്കി സമർത്ഥിപ്പിച്ചു തരുന്നത്, അല്ലാഹു നമുക്ക് സ്ഥിരപ്പെടുത്തി തരുന്നത് ഈ മഴയിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മഴയാകുന്ന മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹം നമ്മളിലേക്ക് എങ്ങനെ പെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പിടിപാട്ടി തന്നു. മാസങ്ങളോളം മഴയില്ലാതെ കഷ്ടപ്പെട്ട ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലുണ്ടായി. മഴകളില്ലാത്ത സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയവരാണല്ലോ. വെള്ളത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് റായ വിട്ടിട്ടൊക്കെ മറ്റൊരു റായത്തേക്ക്, വെള്ളമുള്ള റായം അന്വേഷിച്ച് നമ്മൾ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ മാസങ്ങളോളം ആ ചുട്ട ഉഷ്ണകാലത്ത് മഴയില്ലാതെ കൃഷികളെല്ലാം നാശം സംഭവിച്ചു പോയി, കന്നുകാലികളെല്ലാം ചത്തുപോയ ആ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ആ സന്ദർഭത്തിൽ ഒരാൾ ഇങ്ങനെ കയറി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബയിലാണ്. കയറി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹലക്കത്തിൽ അംവാൽ ഹലക്കത്തിൽ മവാശി ഫദ്ഉല്ലാഹ അസ്സ വജല്ല യുഗീസുനാ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മഴയില്ലാ മാസങ്ങളായി, മഴയില്ലാ കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്. നമ്മുടെ കൃഷികളെല്ലാം നശിഞ്ഞുപോയി. നമ്മുടെ ഈത്തപ്പന തോട്ടങ്ങൾ, നമ്മുടെ മുന്തിരി തോട്ടങ്ങൾ എല്ലാം തന്നെ അത് വണങ്ങിപ്പോയി നബിയെ. സാമ്പത്തികമായി വലിയ നഷ്ടം നമുക്കുണ്ടായി. ഹലക്കത്തിൽ മവാശി, നമ്മുടെ ജാനുവാറുകൾ, നമ്മുടെ കന്നുകാലികളെല്ലാം നശിഞ്ഞുപോയി. അതുകൊണ്ട് ഫദ്ഉല്ലാഹ അസ്സ വജല്ല യുഗീസുനാ, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ഹയാത്തിലുണ്ടാകുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഖുത്ബയിലാണ് റസൂലുള്ളാഹി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഫറഫഅ യദൈഹി സുമ്മ ഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, ഹനീഅൻ മരീഅൻ മരീഅൻ സഹൻ ഗദഖൻ മുജല്ലലാ. എന്താണ് ആ പ്രാർത്ഥന? വളരെ അർത്ഥവത്തായ പ്രാർത്ഥന. അല്ലാഹുവിൻ്റെ റസൂൽ നടത്തുന്ന, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സഹായകമായ ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് തരണം.
അതേ, ആ മഴ ഞങ്ങൾക്ക് കുടിക്കാൻ ധാരാളം വെള്ളം ലഭിക്കുന്ന മഴയാകണം. ആളുകൾക്കെല്ലാം ശേഖരിച്ച് വെക്കാൻ വെള്ളമുള്ളത്ര മഴ ഞങ്ങൾക്ക് നീ തരണം. അതേപോലെ തന്നെ എവിടെയെല്ലാം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം കെട്ടി നിൽക്കാൻ പാകത്തിലുള്ള തങ്ങി നിൽക്കാവുന്ന വെള്ളമുള്ള മഴ നീ തരണം അല്ലാഹ്. ഒരിക്കലും അത് വറ്റിപ്പോകാത്ത വെള്ളമുള്ള മഴ നീ തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം അടങ്ങുന്ന ഒരു ദുആ, ഒരു പ്രാർത്ഥന ആ മിമ്പറിൽ വെച്ച് നടത്തുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന തീരുന്നു. ആ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് വല്ലാത്ത മഴ ഇങ്ങനെ ധാരാകാരമായി മഴ പെയ്യുകയാണ്. മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വന്ന സഹാബത്ത് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് മഴയുടെ ഇടയിലാണ്. മഴ നനഞ്ഞും കൊണ്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. നിലക്കാത്ത മഴ, സന്തോഷമുളവാക്കുന്ന മഴ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന മഴയല്ല, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ മഴ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്ങനെയുള്ള മഴ എന്ന് വെച്ചാൽ വല്ലാഹി മാ റഅയ്ന ശംസ സബ്താ, ഒരാഴ്ചക്കാലം ഞങ്ങൾ സൂര്യനെ പിന്നെ കണ്ടില്ല. സൂര്യനെ പിന്നെ ഞങ്ങൾ കണ്ടില്ല. ആ നിലക്കുള്ള ഇടവിടാത്ത നിലക്കാത്ത മഴയാണ് പെയ്തത്. ആ മഴ പെയ്തപ്പോൾ പിന്നെ ജനങ്ങൾക്ക് അല്പം പ്രയാസമായി. റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു. പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. വ്യാപാര വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഫുട്പാത്തുകളെല്ലാം തന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് വെള്ളിയാഴ്ച ജനങ്ങളിങ്ങനെ പള്ളിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ കയറി വരുന്നു. അത് കഴിഞ്ഞ ആഴ്ച വന്ന, ഒരാഴ്ച മുമ്പ് വന്ന ആളാണോ അതല്ല വേറെ ആളാണോ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ഏതുമാകട്ടെ, കഴിഞ്ഞ ആഴ്ച വന്ന അതേ ആൾ തന്നെയാണെങ്കിലും വേറെ ആൾ തന്നെയാണെങ്കിലും വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, എന്തെന്ന് യാ റസൂലല്ലാഹ്, ഹലക്കത്തിൽ അംവാൽ വൻഖതഅത്തിസ് സുബുൽ ഫദ്ഉല്ലാഹ യുംസികുഹാ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വെള്ളം ഇങ്ങനെ അധികമായി നമ്മുടെ കൃഷിയെല്ലാം നശിഞ്ഞു പോയി. അതിലുണ്ടാകുന്ന വിളകളെല്ലാം തായോട്ട് ഉതിർന്നു വീണുപോയി. വഴികൾ നടക്കാനാകാതെ വഴികളെല്ലാം മുട്ടിപ്പോയി. അല്ലാഹുവോട് ഈ മഴ വന്ന് സ്റ്റോപ്പ് ചെയ്യാനായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ല. അവിടുന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൈ ഉയർത്തുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ടിങ്ങനെ ഒരു വൃത്തം വരയ്ക്കുകയാണ്. കൈ കൊണ്ടിങ്ങനെ ഒരു വൃത്തം വരച്ചു. ഇങ്ങനെ വൃത്തം വരച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹവാലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്കിപ്പോൾ വെള്ളം മതി. ഹവാലൈനാ, നമ്മുടെ പരിസരങ്ങളിലേക്ക് ഒരുപാട് വെള്ളമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് റബ്ബേ, അവിടത്തേക്ക് നീ മഴയെ നീ കൊണ്ടുപോകണം. അല്ലാഹുമ്മ അലൽ അകാമി വൽറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജാർ. അല്ലാഹുവേ, പർവ്വതങ്ങളുടെ മുകളിലേക്ക്, പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക്, മലയുടെ മുകളിലേക്ക് എത്രയോ തോട്ടങ്ങളുണ്ട് റബ്ബേ, കൃഷിയിടങ്ങളുണ്ട്, എത്രയോ മരങ്ങളുടെ വേരുകളുണ്ട്. അവിടത്തേക്ക് ഹവാലൈനാ, ഹവാലൈനാ, നമ്മുടെ പരിസരങ്ങളിലേക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നീ മഴനെ കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹദീസ് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫൻഖലഅത്, മഴ നിലച്ചുപോയി, മഴ നിന്നു. വഖറജ്നാ നംശി ഫിശ്ശംസ്,
അങ്ങനെ മഴയോടെ ഞങ്ങൾ പള്ളിയിലേക്ക് വന്ന ഞങ്ങൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വെയിലത്താണ്, സൂര്യൻ്റെ ചൂടേറ്റും കൊണ്ടാണ്, വെയിലത്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയത് എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഇവിടെ പ്രാർത്ഥിച്ചത്? മഴ നല്ലോണം പെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ ഹവാലൈനാ, നമ്മുടെ പരിസരങ്ങളിലേക്ക് ഈ മഴ കൊണ്ടുപോകണം. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് മഴ അധികരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. മനസ്സിലായില്ലേ? മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് നൽകണം, ബുദ്ധിമുട്ടാക്കുന്ന മഴയായി പോകരുത്. എത്രയോ ആളുകൾ അല്ലാഹു തആല മഴയിലൂടെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യവും നാം മനസ്സിലാക്കണം. മഴയിലൂടെ അല്ലാഹു തആല, മഴ പരീക്ഷണമായി അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവേ ഈ മഴ നമുക്കൊരു പരീക്ഷണമായി മാറരുത്, ഒരു പരീക്ഷയായി, ഒരു ശിക്ഷയായി മാറുന്ന മഴ ഈ മഴയെ നീ ആക്കരുത് എന്ന് അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ മഴയെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? മുത്തിർനാ ബിഫളില്ലാഹി വറഹ്മതി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ മഴ കിട്ടിയത് എന്ന്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, മഴയാകുന്ന ഈ മഹത്തായ, അതിമഹത്തായ ഈ നിഅമത്ത്, ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം കൊണ്ട് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട ഈ വെള്ളം കൊണ്ടാണ് മഹാനായ അല്ലാഹുവിൻ്റെ ഒരു പ്രവാചകന്റെ രോഗം ശിഫയായത് എന്ന് നമുക്ക് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? നിങ്ങൾ നോക്ക്, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം അല്ലാഹു പരീക്ഷിച്ച കഠിനമായ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു റസൂലാണ് ആര്? അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലേ? നമുക്ക് ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ, അവനോ അവൻ്റെ വീട്ടുകാരോ അവൻ്റെ കുടുംബത്തിലോ വല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ആ സമയത്ത് അവൻ ഓർക്കുന്ന ഒരു പേരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേര്, അല്ലേ? അത്ര വലിയ ഒരു പ്രവാചകൻ അല്ലാഹു തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. അങ്ങനെ വർഷങ്ങളോളം, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, 13-18 വർഷങ്ങളോളം അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്ന് കാണാം. ആ സമയത്ത് അല്ലാഹുവോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ വല്ലാത്ത പ്രയാസം എന്നെ ബാധിച്ചിട്ടുണ്ട് റബ്ബേ, നീ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ് എന്ന് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു എന്താ പറഞ്ഞത്? അല്ലാഹു എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജ്ലിക, ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. ഉർകുൽ ബിരിജ്ലിക, അയ്യൂബേ നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളിതാ ചവിട്ടുക. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഖുർആനാണ്. സൂറത്തു സാദിൽ കാണാം നമുക്ക് ഈ ആയത്ത്. ഉർകുൽ ബിരിജ്ലിക, അയ്യൂബേ നിങ്ങളുടെ കാലുകൊണ്ട് നിങ്ങൾ ചവിട്ടുക, മണ്ണിലടിക്കുക, മണ്ണിലേക്ക് നിങ്ങൾ ചവിട്ടുക, അടിക്കുക. ഹദാ മുഗ്തസലും ബാരിദും വശറാബ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് അദ്ദേഹം നിലത്തേക്ക് ഇങ്ങനെ ചവിട്ടുകയാണ്, മണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. മണ്ണിലേക്ക് അങ്ങ് അടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവിടെ നിന്ന് വെള്ളത്തിൻ്റെ അതാ ഒരു നീരുറവ, ഒരു ഉറത്തെ ഒരു നീരുറവ അവിടെ നിന്ന് അല്ലാഹു തആല ഒലിപ്പിക്കുന്നു. വല്ലാത്ത തണുത്ത ഒരു ജലമാണ്. ഹദാ മുഗ്തസലും ബാരിദും വശറാബ്. അയ്യൂബൈദാ നിങ്ങൾക്ക് കുടിക്കാനുള്ള, കുളിക്കാനുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ നിന്നിട്ട് നിങ്ങൾ കുടിക്കുക. ബാരിദുൻ, ഇത് ബാരിദായ നല്ല കുളിനീരാണ്, നല്ല തണുത്ത വെള്ളമാണ്. നിങ്ങൾ ഇതിൽ നിന്നിട്ട് കുളിക്കുക, കുടിക്കുക. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആ വെള്ളം അദ്ദേഹം കുടിച്ചു, കുളിച്ചു. അങ്ങനെ കുടിക്കുകയും കുളിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ രോഗം ശമനമായി, രോഗം വിമുക്തിയായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വെള്ളത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട്
അത് പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്, അത്രമാത്രമുണ്ട്. നിങ്ങൾ നോക്ക്, മഹാനായ സഅദ് ബിൻ ഉബാദ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദഖകളിൽ വെച്ച് ഏറ്റവും വലിയ സദഖ എന്ന് വിശേഷിപ്പിച്ചത് അത് വെള്ളത്തെ കുറിച്ചാണ് എന്ന് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു സ്വദഖതി അഫ്ളൽ, അയ്യു സ്വദഖതി അഫ്ളൽ, സ്വദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാണ് നബിയേ? അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? സഖിയുൽ മാ, സഖിയുൽ മാ, നീ വെള്ളം കുടിപ്പാട്ടറോ. എവിടെ നിൽക്കുക, ഏതെങ്കിലും വെള്ളമില്ലാത്ത സ്ഥലത്ത് നിക്ക്, അവിടെ കിണറുണ്ടാക്കണം കഴിയുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ വ്യവസ്ഥ, ബോർവെല്ലോ മറ്റോ ഇട്ട് വെള്ളത്തിന്റെ വ്യവസ്ഥ, തണ്ണി കുടിപ്പാട്ടൊരു വ്യവസ്ഥ ആക്കണം കഴിയുന്നെങ്കിൽ, അതാണ് സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നത്, നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ആ വെള്ളം, മഴവെള്ളം നമുക്കിങ്ങനെ വെള്ളമായി നമുക്ക് കിട്ടുന്നുണ്ട്. ആകാശത്തിൽ നിന്നിട്ട് അല്ലാഹു തആല ഒലിപ്പിച്ചു തരുന്ന മഴയായി വരുന്ന വെള്ളം, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചതായിരിക്കുന്ന അത്യത്ഭുതകരമായ ആ മാനേജ്മെന്റ് സിസ്റ്റം, ആ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം മഹത്തായ ബൃഹത്തായ ആ വെള്ളമാകുന്ന അനുഗ്രഹം, അത് കുടിക്കുമ്പോൾ നാം അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ചെറിയ ഒരു അധ്യായത്തിലേക്ക് നാം കേൾക്കുന്ന, നാം ഓതുന്ന ഒരു ആയത്താണല്ലോ. നാളെ പരലോകത്ത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു നമുക്ക് നൽകി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെ പറ്റി എല്ലാം നിന്നോട് ചോദിക്കുമെന്ന് അല്ലാഹു തആല പറയുന്ന ഉലമാക്കൾ അവിടെ വിശദീകരിച്ചു. അൽ മാഉ മിനൻ നഈം അല്ലദി യുസ്അലു അൻഹുൽ ഇൻസാനു യൗമൽ ഖിയാമ, അക്കൂട്ടത്തിൽ വെള്ളമെന്ന് പറയുന്ന ആ നിഅമത്തിനെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. വെള്ളമെന്ന നിഅമത്തിനെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. നീ അതെങ്ങനെ വിനിയോഗിച്ചു, നീ അത് എന്തിലെല്ലാം വിനിയോഗിച്ചു, എത്ര വെള്ളം നീ ദുരുപയോഗം ചെയ്തു തുടങ്ങിയ വെള്ളത്തെ സംബന്ധിച്ച്, വെള്ളമെന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വെള്ളം അല്ലെങ്കിൽ അതുപോലത്തെ ഹലാലായ എന്തെങ്കിലും നാം കുടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കണം നാം കുടിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ നാവിൽ നിന്ന് വരണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ, അൽഹംദുലില്ലാഹ് الذي يطعمني هذا الطعام ورزقنيه من غير حول مني ولا قوة. ഇത് പറയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോകരുത്. അല്ലാഹു തആല ചോദ്യം ചെയ്യും. അള്ളാഹുവിനോട് നന്ദിയുള്ള വാക്കുകളാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ, നന്ദിയുള്ളവരായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين.
സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അതിമഹത്തായ വെള്ളമാകുന്ന അനുഗ്രഹത്തെപ്പറ്റി, ആ വെള്ളത്തെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇതെല്ലാമാണ് നാം മനസ്സിലാക്കിയത്. അതേപോലെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയ ഈ യുവത്വം എന്ന് പറയുന്നത്. ഈ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ജീവിതത്തിൻ്റെ നല്ല ഒരു ഘട്ടമാണ്, ചോര തുടിക്കുന്ന ഘട്ടമാണ് യൂത്ത് എന്ന് പറയുന്നത്. ഈ സന്ദർഭം നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ ധാരാളമായി പരിശ്രമിക്കാനുള്ള ഒരു അവസരമാണ്. അതിനായിരിക്കണം നാം വിനിയോഗിക്കേണ്ടത്. വെറും നിസ്കാരവും നോമ്പും മാത്രമായി പോയാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നന്മകൾ, സാമൂഹികമായ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പം ഈ അടുത്ത കാലത്ത് രക്തദാനങ്ങളൊക്കെ നടന്നു. ഇതുപോലത്തെ നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് യൂത്ത് എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നല്ല ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് ആരെയാണ്? യുവാക്കളെ പറ്റിയാണല്ലോ, യൂത്തുകളെ സംബന്ധിച്ചാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിൽ അവന്റെ യൂത്ത്, അവന്റെ യൗവനം, അവന്റെ യുവത്വം അവൻ ചെലവാക്കി എന്ന്. നാളെ പരലോകത്ത് പ്രധാനമായ 4 മഹത്തായ അനുഗ്രഹങ്ങൾക്ക് ചോദിച്ച് അതിന് ഉത്തരം കിട്ടാണ്ട് നിന്റെ കാലടി നാളെ മഹ്ശറിൽ മുന്നോട്ട് പോകൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ ഒന്ന്, ബാക്കി പറയാൻ ഇപ്പൊ സമയമില്ല, ഒന്ന് അവന്റെ യുവത്വമാണ്. അതുകൊണ്ട് യുവത്വം നശിപ്പിച്ച് കളയരുത്. യുവാക്കളുടെ ഒരു ഒക്കൂട്ടം, ഒരു ഐക്യം, ഒരു ഒത്തൊരുമയുണ്ടാകണം. ഈ പള്ളിയുടെ കീഴിലും ഈ തൗഹീദിന്റെ പള്ളിയുടെ കീഴിലും അങ്ങനെ ഒരു ഒത്തൊരുമയുണ്ടാകണം യുവാക്കളുടേത്. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ സഹകരിക്കാനുള്ള ഒരു ഉമ്മത്തമായ ഒരു ഐക്യം, അങ്ങനെയുള്ള ഒരു നിര, ഒരു യുവത്വത്തിന്റെ നിര ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാ യുവാക്കളും സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിന് പൂർണ്ണമായ നിലക്ക് പരിശ്രമിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആ യുവാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ യുവാക്കളെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവർക്ക് നല്ല മനസ്സും നല്ല ബുദ്ധിയും നല്ല സ്വഭാവവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ, അവൻ്റെ തൗഹീദിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യവും സന്മനസ്സും അല്ലാഹു നമ്മുടെ യുവാക്കൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയുള്ള കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. മദ്രസയുടെ കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ എല്ലാവരും ചെയ്യണം. പിന്നീട് നിങ്ങൾ അറിയിക്കാനുള്ളത്, ഈ നാളത്തെ കഴിഞ്ഞ് 27ാമത്തെ ദിവസം, മറ്റന്നാൾ ഞായറാഴ്ച ടൗൺ ഹാളിൽ വെച്ച്, മംഗലാപുരത്തെ ടൗൺ ഹാളിൽ വെച്ച് ഒരു ദിവസത്തെ ഒരു സെൽഫി കോൺഫറൻസ്, 1 ഡേ സെൽഫി കോൺഫറൻസ്, ഒരു ധാർമ്മികമായ സമാവേശം നടക്കുകയാണ്. എല്ലാവരും ഈ മഴക്കാലത്തൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ആർക്കും മിസ്സായി പോകരുത്, ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ ഭാഗഭാക്കാകണം. അവിടെ പ്രത്യേകമായതായ പിന്നെ പരിപാടികളും അതേപോലെ തന്നെ കൺവെൻഷനുകളും എല്ലാം തന്നെയുണ്ട്. സ്ത്രീകൾക്ക് വേറെ വുമൻസ് കൺവെൻഷൻ അങ്ങനെ വേറെയുണ്ട്. അതേപോലെ തന്നെ ദായികൾക്ക് വേണ്ടി പ്രത്യേകമായ കൺവെൻഷനുണ്ട്. മദ്രസ പഠിപ്പാട്ടുന്ന ടീച്ചേഴ്സുമാർക്ക് വേണ്ടി പ്രത്യേകമായ കൺവെൻഷനുണ്ട്. അതിಗೆല്ലാം പുറമേ അവിടെ ചില സമ്മാന വിതരണങ്ങൾ, ബഹുമാന വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നന്ദാപുരത്തുള്ള സലഫി പള്ളിയിൽ, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സലഫി പള്ളിയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഹിഫ്ളുൽ ഖുർആൻ മനപ്പാഠത്തിൻ്റെ ഒരു സ്പർദ്ധ അവിടെ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട്. അതിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം അവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ലേൺ ദ ഖുർആൻ പരിപാടി നമ്മുടെ SKSM സംവിധാനിച്ചിട്ടുള്ള ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു അവസരമുണ്ടാക്കാനുള്ള ആ ഒരു ലേൺ ദ ഖുർആൻ, അതിൻ്റെ 15ാമത്തെ ഫേസിൻ്റെ 15ാമത്തെ ഹന്തത്തിൽ നടന്ന ആ പരീക്ഷ
ആ പരീക്ഷയിൽ വിജയിച്ചവർക്കുള്ള സമ്മാനവും അവിടെ വെച്ച് നടക്കാൻ പോകുന്നു. അതേപോലെ തന്നെ 16ാമത്തെ ഹന്തത്തിലുള്ള പരീക്ഷ ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള ലേൺ ദ ഖുർആനിൻ്റെ പുസ്തകം അത് അവിടെ വെച്ച് റിലീസാവുന്നു, വിടുകടയാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ ആ ധാർമ്മിക സമാവേശത്തിൽ നടക്കാൻ പോകുന്നു. കാലത്ത് 9:30 തുടങ്ങിയാൽ രാത്രി 9:30 നീണ്ടു നിൽക്കുന്ന, പൊതുജനങ്ങൾക്കായി വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളുള്ള വളരെ മഹത്തായ ബൃഹത്തായ ഒരു ധാർമ്മിക സമാവേശമാണ് മംഗലാപുരത്തെ ടൗൺ ഹാളിൽ നടക്കാൻ പോകുന്നത്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഈ അവസരം ദുരുപയോഗപ്പെടുത്തണം, അതിനെ വമ്പിച്ച വിജയപ്രദമാക്കണമെന്ന് എല്ലാവരെയും പ്രത്യേകമായി ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, അതിന് പരിശ്രമിക്കുവാൻ, പാടുപെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.